നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിലും ഭേദം ഭൂമി പുലർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? എന്തിനെന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? സഞ്ജു, എന്താ ഇത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ജീവന് തുല്യം സ്നേഹിച്ച എന്റെ ജീവനെ പോലെ കരുതിയ പെണ്ണിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഗോവിന്ദ് കേട്ടാൽ ഇത്രയും നാളും ഞാൻ ആർക്ക് വേണ്ടിയാ കാത്തിരുന്നത്? എന്തിനു വേണ്ടിയാ ജീവിച്ചത്? എന്നിട്ടും അവള് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ സമാധാനപ്പെട്. അപ്പോഴത്തെ മാനസികാവസ്ഥയില് ചേച്ചി ഇങ്ങനെ പറഞ്ഞതാ. എന്ത് സമാധാനം ഇനി ഉണ്ടാവാൻ പോകുന്നത്? അവളെല്ലാം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാ പറഞ്ഞത്. എന്റെ സ്നേഹത്തിന് അല്പം പോലും അവള് വില കൽപ്പിച്ചിട്ടില്ല. അവള് പറഞ്ഞതെന്താ? സഞ്ജുവും സഞ്ജനയാണ് ഒന്നിക്കേണ്ടത്. അത് അവളാണോ തീരുമാനിക്കേണ്ടത്? സഞ്ജു, ഇങ്ങനെ ടെൻഷൻ ആവരുത്. ചികിത്സയുടെ ഭാഗമായി സ്വാതി ഒരുപാട് ഔഷധക്കൂട്ടുകൾ സേവിക്കുന്നുണ്ട്. വികാരങ്ങളെയും ചിന്തകളെയും സ്വാധീനിക്കുന്നവയും അക്കൂട്ടത്തിലുണ്ട്. അതുമാത്രമല്ല, കുറച്ചു ദിവസമായി സ്വാതി ഇരുളടഞ്ഞ മുറിയിൽ ഏകാന്തവാസത്തില. ഇതൊക്കെ ഒരാളുടെ മനസ്സിനെ സാരമായി ബാധിക്കും. ഈ അവസ്ഥയിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് ശരിയായ തീരുമാനം കൈക്കൊള്ളാനാവില്ല. എടുത്ത തീരുമാനങ്ങൾ ശരിയല്ലെന്ന് അവർക്ക് പിന്നീട് ബോധ്യപ്പെട്ടേക്കാം. ഗോവിന്ദ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാനാണോ ശ്രമിക്കുന്നത്? എങ്കിലത് വേണ്ട. എനിക്കറിയാം എന്റെ സ്വാതിയെ. അവള് തീരുമാനിച്ചത് അതിന്ന് ഒരടി പിന്നോട്ട് പോവില്ല. എന്നാലും എന്നെയോ എന്റെ സ്നേഹത്തെയോ അവളും മനസ്സിലാക്കിയില്ലല്ലോ. അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കാനും തയ്യാറാ. അത് അവൾക്കും അറിയാവുന്ന കാര്യമാണ്. സ്വാതി അല്ലാതെ മറ്റൊരു പെണ്ണിനെ സഞ്ജുവിന്റെ മനസ്സിൽ സ്ഥാനമില്ലെന്ന് അവള് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ തീതിടിച്ച് കൊല്ലുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. എന്നെ പോലെ ഇത്രയും ഭാഗ്യം കെട്ട മറ്റൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. സ്വാതി അല്ലാതെ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. ഇനി ഒന്നും പറയരുത്. നിങ്ങൾ താലി ചാർത്തുന്നെങ്കിൽ അത് എന്റെ ചേച്ചിയുടെ കഴുത്തിൽ തന്നെയായിരിക്കും. അത് ഈ ലക്ഷ്മിയുടെ വാക്കാണ്. കല്യാണ മണ്ഡപത്തിൽ ഞാൻ ചേച്ചിയെ കൊണ്ടുവന്നിരിക്കും. അഥവാ അങ്ങനെ നടന്നില്ലെങ്കിൽ ഈ ലക്ഷ്മി പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.